It's me Riya from MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. അപ്പോൾ മിസ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ SSLCയിൽ സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററിയിൽ ഏറ്റവും ആദ്യത്തെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മളോട് എക്സാമിന് എപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായും 6 മാർക്ക് കിട്ടിയിരിക്കും. ഇത് കൂടുതലും എസ്സേ ആണ് വരിക. അപ്പോൾ ഈ ഭാഗം മിസ് പറയുന്നത് പോലെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും 6 മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ ഏതായിരിക്കും ആ ഒരു റവല്യൂഷൻ? നമ്മുടെ ചാപ്റ്റർ ഏതാണ്? റവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് വേൾഡ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളാണ് അല്ലെ. അതിൽ ഏറ്റവും കൂടുതൽ തവണ എക്സാമിന് വന്നിട്ടുള്ളത് അമേരിക്കൻ റവല്യൂഷൻ ആണ്, അമേരിക്കൻ വിപ്ലവമാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് എന്താണ് ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ സെറ്റ് ആക്കാൻ പോവാണ് മക്കളെ. ഓക്കെ, നോക്കിക്കോ. ഓക്കെ, നമ്മുടെ അമേരിക്കനെ കോളനിയാക്കി മാറ്റിയിട്ടുള്ള രാജ്യം ഏതാണ്? നോർത്ത് അമേരിക്കനെ പിടിച്ചെടുത്തിട്ടുള്ള കോൺക്വർ ചെയ്തിട്ടുള്ള രാജ്യം, യൂറോപ്യൻ രാജ്യം ഏതാണ്? അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. ഏതാണ്? ഇംഗ്ലണ്ട് ആണ് അല്ലെ. ഏത് യൂറോപ്യൻ രാജ്യമാണ്? ഇംഗ്ലണ്ട് ആണ്. അപ്പം ഈ ഒരു റവല്യൂഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് പഠിക്കണം? ഈ ഒരു മുദ്രാവാക്യം പഠിക്കണം അല്ലെ. ഈ ഒരു സ്ലോഗൻ പഠിക്കണം. എന്താണ് ആ ഒരു സ്ലോഗൻ എന്ന് പറയുന്നത്? നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. ഇത് പഠിക്കണം. ഇത് പഠിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകാവൂ. ഓക്കെ, ദെൻ നമ്മൾ പഠിക്കേണ്ടത് നോർത്ത് അമേരിക്കനെ എന്തിനു വേണ്ടിയാണ് ഇംഗ്ലണ്ടുകാരെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ നോർത്ത് അമേരിക്കനെ എന്തിനു വേണ്ടിയാണ് പിടിച്ചെടുത്തത്? യെസ്, അതായത് നമ്മുടെ നോർത്ത് അമേരിക്കയിൽ എന്താണ് ഒരുപാട് റിസോഴ്സസ് ഉണ്ട് അല്ലെ, ഒരുപാട് വിഭവങ്ങളുണ്ട്. ആ വിഭവങ്ങൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ആ വിഭവങ്ങൾ സ്വന്തമാക്കാം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാർ എന്ത് വന്നു? അമേരിക്കയിലേക്ക് വന്നു, നോർത്ത് അമേരിക്കയിൽ വന്നു അല്ലെ. എന്നിട്ട് എന്ത് ചെയ്തു? അമേരിക്കയിലുള്ള 13 കോളനികൾ അവരുടെ കൺട്രോളിലാക്കി അല്ലെ. ഏകദേശം 18-ാം നൂറ്റാണ്ടായപ്പോഴേക്കും അമേരിക്കയിലുള്ള 13 കോളനീസ്, നോർത്ത് അമേരിക്കയിലെ 13 കോളനീസ് ഇംഗ്ലണ്ടിന്റെ കയ്യിലാക്കി. ഇവര് ചുരുക്കി പറഞ്ഞാൽ ഇവർ ഈ നോർത്ത് അമേരിക്കയിലെ 13 കോളനീസിനെ അവർ എന്തായിട്ടാണ് കണ്ടിരുന്നത്? യെസ്, അമേരിക്കനെ അവർ കണ്ടിരുന്നത് കോളനി ആയിട്ടാണ്. അതായത് അവരുടെ സാധനങ്ങൾ, ഇംഗ്ലണ്ടിന്റെ സാധനങ്ങൾ സെയിൽ ചെയ്യാനുള്ളൊരു മാർക്കറ്റ് ആയിട്ട് മാത്രമായിരുന്നു ഇംഗ്ലണ്ടുകാര് അമേരിക്കയിലുള്ള കോളനികളെ കണ്ടിരുന്നത്. അതിനുവേണ്ടി ഇംഗ്ലണ്ടുകാര് നമ്മുടെ നോർത്ത് അമേരിക്കയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പോളിസി ആണ് മെർക്കന്റിലിസം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ മെർക്കന്റിലിസം എന്താണെന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലെ. എന്താ മെർക്കന്റിലിസം എന്ന് പറഞ്ഞാല് എന്താണ്? ദ ബ്രിട്ടീഷ് ട്രീറ്റഡ് ദ അമേരിക്കൻ കോളനീസ് ആസ് സെന്റേഴ്സ് ഓഫ് കളക്ടിങ് റോ മെറ്റീരിയൽ ഫോർ ദെയർ ഇൻഡസ്ട്രി ആൻഡ് മാർക്കറ്റ് ഫോർ സെല്ലിംഗ് ദെയർ പ്രൊഡക്ട്സ് അല്ലെ. അവരുടെ സാധനങ്ങൾ സെയിൽ ചെയ്യാനുള്ള ഒരു മാർക്കറ്റ് ആയിരിക്കും. അതുപോലെ എന്താണ്? നോർത്ത് അമേരിക്കയിലെ കോളനികളിൽ വന്നിട്ട് ഒരുപാട് സാധനങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുപോകും. എങ്ങോട്ട് കൊണ്ടുപോകും? ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അത് വീണ്ടും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് തന്നെ വരും? നോർത്ത് അമേരിക്കയിലെ 13 കോളനികളിൽ വരും. ചുരുക്കി പറഞ്ഞാൽ അവരുടെ മാർക്കറ്റ് അല്ലെ, അതായത് ഇംഗ്ലണ്ടിന്റെ മാർക്കറ്റ് ആയിട്ട് മാത്രമായിരുന്നു നമ്മുടെ നോർത്ത് അമേരിക്കനെ കണ്ടിരുന്നത്. ദിസ് പോളിസി ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ് മെർച്ചന്റ്, അതായത് ബ്രിട്ടീഷ് മെർച്ചന്റ് നമ്മുടെ നോർത്ത് അമേരിക്കയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഈ ഒരു പോളിസി അറിയപ്പെടുന്ന പേരാണ് മെർക്കന്റിലിസം എന്ന് പറയുന്നത്. ഈ ഒരു മെർക്കന്റിലിസത്തിൽ നമുക്ക് പ്രധാനമായിട്ടും എത്ര ലോസ് പഠിക്കാനുണ്ട്? അതായത് ഇംഗ്ലീഷുകാര് ഇന്ത്യയിലല്ല, നോർത്ത് അമേരിക്കയിൽ, മിസ് പെട്ടെന്ന് മാറുന്നതാണ്, നോർത്ത് അമേരിക്കയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഈ ഒരു മെർക്കന്റിലിസത്തിൽ 5 ലോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 5 ലോസും അമേരിക്കക്കാർ പാലിച്ചിരിക്കേണ്ടതാണ്. ആ 5 ലോസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, the goods and the colonies must be carried only in British ship or ship built in the British colonies. അതായത് നമ്മുടെ നോർത്ത് അമേരിക്കൻ കോളനിയിലുള്ള സാധനങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നതും ഇമ്പോർട്ട് ചെയ്യുന്നതും എന്തിലായിരിക്കണം? ഒന്നുകിൽ കോളനിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഷിപ്പിലായിരിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ ഷിപ്പിലായിരിക്കണം. അതായത് ഒന്നുകിൽ ഇംഗ്ലീഷുകാരുടെ കപ്പലിലായിരിക്കണം, അല്ലെങ്കിൽ അമേരിക്കക്കാരുടെ കപ്പലിലായിരിക്കണം അല്ലെ. വേറെ ഒരു രാജ്യത്തിന്റെ കപ്പലിൽ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും സാധിക്കില്ലായിരുന്നു. രണ്ടാമത്തെ പോയിന്റ്, ബ്രിട്ടീഷ് സ്റ്റാമ്പിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ. അതായത് നമ്മുടെ നോർത്ത് അമേരിക്കയിലുള്ള എല്ലാ ലീഗൽ ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടാവും?
ന്യൂസ് പേപ്പർ ഉണ്ടാവും, ലൈസൻസ് ഉണ്ടാവും അല്ലെ. ഇതിലൊക്കെ ആരുടെ സൈൻ വേണം, ആരുടെ മുദ്ര വേണം? യെസ് ഇംഗ്ലീഷുകാരുടെ മുദ്രയാണ് വേണ്ടത് അല്ലെ. ശരിക്കും അമേരിക്കയിലാണെങ്കിൽ അമേരിക്കന്റെ സ്റ്റാമ്പാണ് ശരിക്കും വേണ്ടത്. പക്ഷെ ഈ ഒരു മെർക്കന്റിലിസം പ്രകാരം എന്താ പറയുന്നത്, അവരുടെ അതായത് നോർത്ത് അമേരിക്കയിലുള്ള എല്ലാ ലീഗൽ ഡോക്യുമെന്റ്സിലും നമ്മുടെ ഇംഗ്ലണ്ടിന്റെ സ്റ്റാമ്പ് വേണം, എന്നാൽ മാത്രമേ അതിനെന്തുള്ളൂ, വാല്യൂ ഉള്ളൂ. ദെൻ മൂന്നാമത്തെ മെർക്കന്റിലിസ് ലോസ് എന്താണ്? അതായത് മൂന്നാമത്തെ മെർക്കന്റിലിസ് ലോസ് പറയുന്നത് പ്രോഡക്ട്സ് ഓഫ് ദ കോളനീസ് ലൈക്ക് ഷുഗർ, വൂൾ, കോട്ടൺ, ടുബാഗോ എന്നീ സാധനങ്ങൾ, അതായത് നോർത്ത് അമേരിക്കയിൽ ഉണ്ടാക്കുന്ന ഈ സാധനങ്ങളൊക്കെ എങ്ങോട്ട് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ദെൻ നാലാമത്തെ പോയിന്റ്, നമ്മുടെ കോളനിയിൽ എന്താണ്, ബ്രിട്ടീഷുകാരുടെ ചെറിയ ട്രൂപ്പിനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അല്ലെ. അതായത് ബ്രിട്ടീഷുകാരുടെ ആർമീനെ നമ്മുടെ 13 കോളനികളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ആർമീനെ മൊത്തം എക്സ്പെൻഡിച്ചറും ആര് വഹിക്കണം? നമ്മുടെ ഈ 13 കോളനിയിലെ നോർത്ത് അമേരിക്ക വഹിക്കണം. ദെൻ ലാസ്റ്റ് പോയിന്റ്, ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ. അതായത് നമ്മുടെ കോളനിയിൽ ഉൽപ്പാദിപ്പിക്കാത്ത കുറെ സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ എവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക? യെസ് ഇംഗ്ലണ്ടിൽ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യുക അല്ലെ, ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇംഗ്ലണ്ടുകാര് നോർത്ത് അമേരിക്കേന്റെ കയ്യിൽ നിന്ന് ഇമ്പോർട്ട് ടാക്സ് വാങ്ങുന്നുണ്ട്, ടാക്സിലെ അമിത നികുതി വാങ്ങുന്നുണ്ട്. അപ്പൊ ഈ ഒരു മെർക്കന്റിലിസ് ലോസ് നിങ്ങൾ 5 എണ്ണം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഈ ഒരു മെർക്കന്റിലിസ് ലോസ് പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഈ ഒരു നോർത്ത് അമേരിക്കയിലുള്ള ജനങ്ങളെ വല്ലാത്ത രീതിയിൽ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ലോസ് ആണ് മെർക്കന്റിലിസ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പഠിക്കേണ്ടത് ഇവിടെ 2 തിങ്കേഴ്സിനെ പറ്റിയാണ് അല്ലെ. ഈ ഒരു റെവല്യൂഷനെ സ്വാധീനിച്ചിട്ടുള്ള 2 തിങ്കേഴ്സ് ഉണ്ട്. അവരുടെ പേരൊന്ന് മിസ് മെൻഷൻ ചെയ്യാണ്. ആ പേര് നിങ്ങൾ ഓർത്ത് വെക്കണം. ആരൊക്കെയാണത്? ജോൺ ലോക്കും തോമസ് പെയിനും ആണ് കേട്ടോ. അപ്പൊ അത് ഓർത്ത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ടത് മേജർ ഇവന്റ്സ് ആണ്. ഒന്നാമത് ഈ മെർക്കന്റിലിസം എന്ന് പറയുന്ന ഈ ഒരു നിയമത്തിലൂടെ നമ്മുടെ 13 കോളനി ആളുകൾ എന്താണ് വല്ലാതെ ഇങ്ങനെ എക്സ്പ്ലോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ തീരുമാനിക്കുകയാണ് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം അല്ലെ. അങ്ങനെ അവരെന്ത് ചെയ്തു? 1774 ഫിലാഡൽഫിയയില് ഈ 13 കോളനിയിലെ ആളുകൾ എല്ലാവരും കൂടി ചേർന്നു ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. ആ ഒരു മീറ്റിംഗ് അറിയപ്പെടുന്ന പേരാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് വർഷമാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത്? 1774 അല്ലെ. അപ്പൊ ഈ ഒരു കോണ്ടിനെന്റൽ കോൺഗ്രസ്, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിലൂടെ ഇവർ മെയിൻ ആയിട്ട് എയിം ചെയ്തത് എന്തായിരുന്നു? എ പെറ്റീഷൻ ടു ദ കിങ് ഓഫ് ഇംഗ്ലണ്ട് ആണ് അല്ലെ. അതായത് ഇംഗ്ലണ്ടിലെ രാജാവിന് ഒരു പെറ്റീഷൻ, ഒരു കത്ത്, ഒരു നിവേദനം അയക്കുകയാണ്. എന്തായിരിക്കാം ആ ഒരു പെറ്റീഷനകത്ത് ഉണ്ടാവുക? ഇത്രയുള്ള നമ്മൾ ഫസ്റ്റ് പഠിച്ച സ്ലോഗൻ ഉണ്ട് അല്ലെ. എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അതായത് ഇവരുടെ മേലെ വേണ്ടാതെ ചുമത്തിയിട്ടുള്ള ഈ കൺട്രോളിങ്ങും റെഗുലേഷൻസും ഈ മെർക്കന്റിലിസ് ലോസും ഇതൊക്കെ എന്താണ് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലണ്ടിലെ രാജാവിന് ഒരു പെറ്റീഷൻ സബ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ രാജാവ് എന്ത് ചെയ്തു? തന്റെ സൈന്യത്തിനെ വിട്ട് അതിനെ സപ്രസ് ചെയ്തു, അതിനെ അടിച്ചമർത്തി. പക്ഷെ ഇവർ വിട്ടുകൊടുത്തില്ല. കോളനിയിൽ ആളുകൾ എന്ത് ചെയ്തു? തൊട്ടടുത്ത വർഷം 1775 സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് വിളിച്ചു ചേർത്തു. ആ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന വർഷം 1775 ആണ്, ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസിലെ ഇതിന്റെ കമാൻഡർ അല്ലെങ്കിൽ തലവനായിട്ട് പറയുന്നത് ആരെയാണ്? ജോർജ് വാഷിംഗ്ടണിനെയാണ് അല്ലെ. അപ്പൊ ഇതേ സമയത്ത് സെക്കൻഡ് കോണ്ടിനെന്റലിന്റെ സമയത്ത് തന്നെയാണ് നമ്മുടെ തോമസ് പെയിൻ ഇല്ലേ, മിസ് പറഞ്ഞില്ലേ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള 2 തിങ്കേഴ്സ്. അതിൽ നമ്മുടെ തോമസ് പെയിൻ ഒരു ലഘുലേഖ പബ്ലിഷ് ചെയ്തു. ആ ഒരു ലേഖനത്തിന്റെ പേരാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. എന്താണ്? കോമൺ സെൻസ് അല്ലെ. അപ്പൊ ഈ ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ അകത്ത് എന്താ പറയുന്നത്? അമേരിക്കയിൽ നിന്ന് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ അമേരിക്കയും ഇംഗ്ലണ്ടും തമ്മിൽ വേർപിരിഞ്ഞാൽ മാത്രമേ അമേരിക്കയ്ക്ക് എന്ത് കിട്ടുള്ളൂ? ഫ്രീഡം കിട്ടുള്ളൂ അല്ലെ. ഹി ഡിക്ലെയർഡ് ദാറ്റ് ഇറ്റ് വാസ് വൈസ് ഫോർ ദ അമേരിക്ക ടു ബ്രേക്ക് ദ ടൈസ് വിത്ത് ബ്രിട്ടൻ. അതായത് അമേരിക്ക എന്താണ്? ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കയ്ക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഒരിക്കലും അമേരിക്കയ്ക്ക് ഫ്രീഡം കിട്ടില്ല എന്നാണ് ആ ഒരു കോമൺ സെൻസ് എന്ന പുസ്തകത്തിലൂടെ നമ്മുടെ തോമസ് പെയിൻ പറഞ്ഞത്. അപ്പോഴാണ് അമേരിക്കക്കാർക്ക് എന്താണത് ബുദ്ധി വെക്കാൻ തുടങ്ങിയത്. അപ്പൊ അവര് ചിന്തിച്ചു അല്ലെ. അങ്ങനെ അവർ അതിന്റെ ഒരു മോട്ടിവേഷനിൽ എന്ത് ചെയ്തു? തൊട്ടടുത്ത വർഷം 1776 ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ഇനി ഞങ്ങൾക്ക് മേൽ ആരും നിയന്ത്രിക്കാൻ വരണ്ട അല്ലെ. ഇനി എന്താണ്? ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കാൻ അറിയാം.
അങ്ങനെ അവർ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി അല്ലെ. ആ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം തുടങ്ങിയ ആ ഒരു വർഷമാണ് നമ്മുടെ അമേരിക്കയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഈ ഒരു റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ അമേരിക്കൻ റവല്യൂഷൻ നടന്ന വർഷമായിട്ട് 1776 ആണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിൽ പോരിഞ്ഞ യുദ്ധമായി. ആ യുദ്ധം അവസാനിക്കുന്നത് 1781 അമേരിക്കയും ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നത്. അങ്ങനെ 1783 എന്തായി, ഒരു ട്രീറ്റി ഉണ്ടായിരുന്നു. ഏത് ട്രീറ്റി ആയിരുന്നു? നിങ്ങൾ പഠിച്ചതാണ് അല്ലെ. ഏത് ട്രീറ്റിയാണ്? ട്രീറ്റി ഓഫ് പാരീസ് ആണ്. പാരീസ് ഉടമ്പടി പ്രകാരം നമ്മുടെ ഈ ഇംഗ്ലണ്ടുകാരെ പിടിച്ചു വെച്ച 13 കോളനികൾ എന്തായി? സ്വതന്ത്രമായി. ആ 13 കോളനികൾക്ക് സ്വാതന്ത്ര്യം കിട്ടി. അത് ഏത് ട്രീറ്റി പ്രകാരമാണ്? യെസ്, ട്രീറ്റി ഓഫ് പാരീസ് അല്ലെ. പാരീസ് ഉടമ്പടി പ്രകാരമാണ്. അതിനുശേഷം നമ്മുടെ അമേരിക്കയ്ക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുകയും അമേരിക്കയിലെ ആദ്യ പ്രസിഡന്റ് ആയിട്ട് ജോർജ് വാഷിംഗ്ടൺ അധികാരത്തിൽ വരികയും ചെയ്തു. ദെൻ നമുക്ക് പഠിക്കാനുള്ളത് റിസൾട്ട് ആണ്. റിസൾട്ട് എന്തായാലും ചോദിക്കും കേട്ടോ. അപ്പൊ എന്താണ് റിസൾട്ട് എന്ന് പറയുന്നത്? ഒന്നാമത്തെ പോയിന്റ്, ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ്. പിന്നീട് പിൽക്കാലത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ ഫ്രീഡം സ്ട്രഗിൾസിനും ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നതായിരുന്നു നമ്മുടെ അമേരിക്കയുടെ റവല്യൂഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന് പറയുന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് നമ്മുടെ അമേരിക്കയാണ്. ദെൻ തേർഡ് പോയിന്റ്, പ്രിപ്പയർ ദ ഫസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ലോകത്തിൽ തന്നെ എഴുതപ്പെട്ട ഭരണഘടനയായി പറയുന്നത് നമ്മുടെ അമേരിക്കയുടേതാണ്. അതുപോലെ ലാസ്റ്റ് പോയിന്റ്, കോൺട്രിബ്യൂട്ടഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം. ഫെഡറൽ വ്യവസ്ഥ എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത് നമ്മുടെ അമേരിക്കയാണ്. അപ്പൊ ഈ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഇത് നിങ്ങൾക്ക് ഉറപ്പായും 6 മാർക്കിന് എസ്സേ ചോദിക്കും. ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഓണപരീക്ഷയ്ക്ക് തന്നെ 6 മാർക്കിന് ചോദിക്കും. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് മെർക്കന്റിലിസം എന്താണെന്നാണ്. പിന്നെ മെർക്കന്റിലിസ്റ്റ് ലോസ് എന്താണെന്ന് പഠിക്കണം. പിന്നെ മേജർ ഇവന്റ്സ്. ഏതൊക്കെ ഇവന്റ്സ്? ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്, സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. ദെൻ നിങ്ങൾ എന്താ പഠിക്കേണ്ടത്? ഈ ഒരു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ റിസൾട്ട് അല്ലെ, അമേരിക്കൻ വിപ്ലവത്തിന്റെ ഫലങ്ങളാണ് പഠിക്കേണ്ടത്. ഓക്കെ മക്കളെ.